എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചിത്തു. ഇതെൻ്റെ യൂട്യൂബിലെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണുള്ളത്. ഞാൻ മെയിനായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മുടെ ഫാർമസിസ്റ്റുമാർക്കും നഴ്സുമാർക്കും ഡിഫറെൻറ്റ് കൺട്രീസിലോട്ട്, അതായത് ഏതും ആയിക്കോട്ടെ, കാനഡയോ US, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അപ്പോൾ ഈ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യണം, പുറത്ത് പോയി വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഫാർമസിസ്റ്റ് നഴ്സ് മാത്രമല്ല, ഇൻ ഫ്യൂച്ചറിൽ ഞാൻ ബാക്കിയുള്ള പ്രൊഫഷനിൽ പെട്ടവർക്കും അല്ല ബാക്കിയുള്ള ആൾക്കാർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഈ ചാനലിലൂടെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. ഇതിനു മുമ്പത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എന്നെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ കൂടാതെ ഒരു ഷോർട്സും ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാമല്ലോ, എല്ലാവരും തിരക്കാണ്, എല്ലാവർക്കും ഒരു സമയം ഒരുപാട് ഉണ്ടാവണമെന്നില്ല ഈ വീഡിയോസൊക്കെ ഇരുന്ന് കാണാൻ. അപ്പം പെട്ടെന്ന് ആൾക്കാർക്ക് കുറച്ച് സമയം കൊണ്ട് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഷോർട്സ് ആയിട്ടും ചെയ്യുന്നുണ്ട് ഈ സെയിം കണ്ടന്റ് തന്നെ. യൂട്യൂബ് വീഡിയോയിൽ കുറച്ചുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് മാത്രം. അപ്പം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഷോർട്ട് വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതൽ സമയമുള്ളവർക്ക്, നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ വീഡിയോ കേൾക്കാൻ സമയമുണ്ടെങ്കിൽ കേൾക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നഴ്സുമാർക്കും ഫാർമസിസ്റ്റുമാർക്കും രണ്ട് കൂട്ടർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി ആഫ്ര. ഈ ആഫ്ര രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായിട്ടോ നഴ്സായിട്ടോ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു രജിസ്ട്രേഷൻ എടുക്കാൻ, അത് ഫാർമസിസ്റ്റും നഴ്സിനും മാത്രമല്ല ബാക്കിയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷനിൽ പെട്ടവർക്കും വേണ്ട റിക്വയർമെൻറ്റ്സിന് മെയിൻ ഒരു ഇതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാം ക്ലിയർ ചെയ്യണം. അപ്പം കൂടുതൽ ആൾക്കാരും അറ്റൻഡ് ചെയ്യുന്ന എക്സാമാണ് നമുക്കറിയാം IELTS, OET, PT പോലുള്ള എക്സാം. അപ്പോൾ ഈ എക്സാമിന് നമുക്ക് എത്ര സ്കോറാണ് ഇപ്പോൾ നിലവിൽ വേണ്ടത്, അതായത് രജിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് എത്ര സ്കോറാണ് വേണ്ടതെന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ മാർച്ചും ഏപ്രിലും ഒക്കെ ആയിട്ട് ആഫ്ര കുറേ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നഴ്സുമാർക്ക് വേണ്ടിയുള്ള കാര്യമായിരുന്നു ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ആ ഒരു രജിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി റീസെൻ്റ്ലി അവരിൽ അപ്ഡേറ്റ് ചെയ്തതനുസരിച്ച് എന്താണ് ഇപ്പോൾ വേണ്ട റിക്വയർഡ് സ്കോർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ IELTS-ന് നേരത്തെ വേണ്ടിയിരുന്നത് ഇൻഡിവിജ്വലി നമുക്ക് ഓരോ മോഡ്യൂളിനും 7 വേണമായിരുന്നു. അതായത് സ്പീക്കിംഗ്, ലിസണിങ്, റൈറ്റിംഗ് ആൻഡ് റീഡിങ്, അല്ലേ, 4 മോഡ്യൂളാണുള്ളത്. അതിൽ നമുക്ക് ഓരോ മോഡ്യൂളിനും 7 വെച്ച് വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലെ റൈറ്റിങ്ങിൻ്റെ സ്കോർ അവർ കുറച്ചിട്ടുണ്ട്. റൈറ്റിങ്ങിന് നമുക്കിനിയും 6.5 മതി. ബാക്കി എല്ലാ മോഡ്യൂൾസിനും നമുക്ക് 7 ഉണ്ടാവണം. ഇനി ഓവറോൾ സ്കോർ നമുക്ക് 7 ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് റൈറ്റിങ്ങിന് 6.5 ആയെങ്കിലും ബാക്കിയുള്ള മോഡ്യൂൾസിന് കുറച്ചുകൂടെ സ്കോർ കൂടുതലിട്ട് നിങ്ങളുടെ ഓവറോൾ സ്കോർ എന്ന് പറയുന്നത് 7 ഉണ്ടായിരിക്കണം. ഇനിയും നമുക്കിപ്പോൾ ഒരു സിറ്റിങ്ങിൽ നമുക്ക് റിക്വയർഡ് സ്കോർ നമുക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സിറ്റിങ്ങിലൂടെ ഉള്ള സ്കോറൂടെ എടുത്ത് അത് തമ്മിൽ ക്ലബ് ചെയ്യാൻ പറ്റും. ക്ലബിങ് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ക്ലബ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സിറ്റിങ്ങിൻ്റെയും ഓവറോൾ സ്കോർ 7 ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, നമ്മൾ ക്ലബ് ചെയ്യുമ്പം ഒരു മോഡ്യൂളിന് പോലും 6.5-ന് താഴോട്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ IELTS-ൻ്റെ ഇപ്പോൾ ആദ്യം അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് സ്പീക്കിങ്ങിന് ഇപ്പം 6.5 ആയി, റൈറ്റിങ്ങിനും 6.5 ആയി എന്ന് കരുതുക. മഴയുടെ ഇടി വെട്ടുന്ന സൗണ്ടാണ് കേട്ടോ, സോറി. അപ്പം ഇനി രണ്ടാമത്തെ സിറ്റിങ്ങിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിട്ട് ആ 6.5 എന്നുള്ളത് നിങ്ങൾക്ക് 7 ആക്കിയിട്ട് ഇത് രണ്ടുകൂടെ ക്ലബ് ചെയ്യാം. പക്ഷേ വേറെ ഏതൊരു മോഡ്യൂളിന് 6.5-ന് താഴെ ആവാനും പാടില്ല. മനസ്സിലായോ? ഇനി IELTS കഴിഞ്ഞു. അടുത്ത നമ്മുടെ OET ഒക്യുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. OETക്ക് നേരത്തെ ഓരോ മോഡ്യൂളിനും നമുക്ക് B വേണമായിരുന്നു. ഇപ്പം റൈറ്റിങ്ങിന് നമുക്ക് C+ മതി. അപ്പം അതായത് ബിയുടെ ആവശ്യമില്ല. ബാക്കി മോഡ്യൂൾസിനെല്ലാം B വേണം. OET നമുക്ക് ഇതുപോലെ തന്നെ ക്ലബ് ചെയ്യാൻ പറ്റും. OET ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മോഡ്യൂൾസിന് പോലും C+-ന് താഴെ ആവാൻ പാടില്ല കേട്ടോ. ഇനിയും പിന്നുള്ളത് നമ്മുടെ PT ആണ്. കൂടുതൽ ആൾക്കാരും ഓസ്ട്രേലിയക്ക് നോക്കുന്നവർ അറ്റൻഡ് ചെയ്യുന്നത് PT ആട്ടോ. പൊതുവെ കുറച്ചുകൂടി ഈസി എക്സാം ആണെന്ന് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു എക്സാമാണ് PT. ഞാൻ ഉദ്ദേശിച്ചത് ഈസിയാന്നല്ല, ബാക്കിയുള്ള എക്സാംസിനെ, അതായത് IELTS അല്ലെങ്കിൽ OET വെച്ച് കമ്പയർ ചെയ്യുമ്പം കൂടുതൽ ആൾക്കാർക്കും PT ആണ് കുറച്ചുകൂടി ഈസി എന്ന്. എനിക്ക് പേഴ്സണലി PT ആണ് കുറച്ചുകൂടി ഈസി എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം PT എക്സാമിൻ്റെ എന്താണ് സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഓരോ മോഡ്യൂളിനും നമുക്ക് 65 വേണമായിരുന്നു. ഓക്കെ, ഇപ്പോൾ അത്
അവൾ ഒരു സ്കോറോടെ കൂട്ടി 66 ആക്കി. അതായത് റൈറ്റിങ്ങിന് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് 66 വേണം. റൈറ്റിങ്ങിന് അവർ 56 ആക്കി. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഓരോ മൊഡ്യൂളിന് 65 വേണം എന്നുള്ളതിൽ നിന്ന് നമുക്കിപ്പോൾ റൈറ്റിങ്ങിന് നല്ല രീതിയിൽ കുറച്ച് 56 ആക്കിയിട്ടുണ്ട്. പക്ഷേ ബാക്കി എല്ലാത്തിനും 66ഉം വേണം, ഒരു സ്കോർ കൂട്ടിയിട്ടുമുണ്ട്. കൂടാതെ ഓവറോൾ സ്കോർ നമുക്ക് 66 ഉണ്ടായിരിക്കണം. ഇനി 2 PT സ്കോർ നിങ്ങൾ ക്ലബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലബ് ചെയ്യാം. ഓരോ സിറ്റിങ്ങിൻ്റെയും സ്കോർ ഓവറോൾ സ്കോർ 66 ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്ലബ് ചെയ്യുമ്പോൾ ഒരു മോഡ്യൂളിന് പോലും 56ന് താഴേക്ക് പോകാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 3 എക്സാമിനും ഇപ്പം നമുക്ക് വേണ്ട ഒരു റിക്വയർഡ് സ്കോർ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആണല്ലേ. അതായത് മെയിനായിട്ട് റൈറ്റിങ്ങിൻ്റെ സ്കോർ കുറച്ചത് കൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഇച്ചിരി ഈസി ആയിട്ട് കുറച്ച് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്കോർ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ ഇൻ കേസ് ഒരു സിറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ ക്ലബ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ക്ലബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ എടുത്ത് വർക്ക് ചെയ്യണം, മൈഗ്രേറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അതൊരു ഇപ്പോഴും സ്റ്റിൽ പേടി സ്വപ്നമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷ വാർത്തയാണിത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് സിറ്റിങ്ങിലൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതോർത്ത് ആരും വിഷമിക്കേണ്ട. നമുക്ക് രണ്ടാമത്തെ സിറ്റിങ്ങോ അല്ല മൂന്നാമത്തെ സിറ്റിങ്ങോ നമുക്ക് എന്തായാലും കിട്ടുന്നവരെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ്സ് വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ നിങ്ങളുടെ റിലേറ്റീവ്സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ടാണ് ഇച്ചിലൂടെ നീട്ടി ഇതിനെപ്പറ്റി സംസാരിച്ചത്. സമയമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സ് വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത് പെട്ടെന്ന് ഞാനൊരു 2-2.5-3 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ശരി.